യോഗ്യന്മാരായ കുറേ ആൾക്കാർ ആ ട്രെയിനിലുണ്ട്. പക്ഷേ അവർ ഓരോരുത്തരായി ഇങ്ങനെ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അന്നത്തെ കാലത്തേക്ക് ട്രെയിനിൻ്റെയൊക്കെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ നമുക്ക് ഏതാണ്ട് ഊഹിക്കാമല്ലോ. പക്ഷേ വന്നിട്ട് എന്തൊക്കെയോ വലിയ സംസാരങ്ങൾ, ഞങ്ങൾ ചെറിയ കുട്ടികൾ അന്നത്തെ കാലത്ത് വന്നു. പക്ഷേ ഇവർ കുറേ മുതിർന്ന ആൾക്കാർ എവിടെയോ ട്രെയിനിങ്ങിനോ മറ്റോ പോയിട്ട് വരുന്നവരാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് തിരക്കി, എന്താണ് ഇവരിങ്ങനെ പോകുന്നു വരുന്നു, എന്തോ സംസാരിക്കുന്നു ചിരിക്കുന്നു, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറയുന്നു, ആ ടോയ്ലറ്റിനുള്ളിലൊരു സ്ത്രീയുണ്ട്, അവരുടെ അടുത്തേക്കാണ് ഇവർ പോകുന്നത് എന്ന്. എനിക്ക് വളരെ ഞെട്ടലുളവാക്കി. അത്രയും വൃത്തിഹീനമായ ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിനുള്ളിലെ ടോയ്ലറ്റിനുള്ളിൽ വെച്ച് ഒരു സ്ത്രീയെ പ്രാപിക്കാൻ വേണ്ടി വളരെ മാന്യന്മാർ ടൈയും കോട്ടും ഒക്കെ ധരിച്ച വലിയ മാന്യന്മാരെന്ന് കരുതുന്ന ആൾക്കാരിങ്ങനെ ആർത്തിയോടുകൂടി പോകുന്നത് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കി. എന്ന് മാത്രമല്ല, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്ത്രീയെ ഒരു നോക്ക് കാണാനും എനിക്ക് അവസരമുണ്ടായി. മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ രീതികളെക്കുറിച്ച് എൻ്റെ ധാരണകളൊക്കെ പൊളിച്ച ഒരു സംഭവമായിരുന്നു അത് എന്ന് പറയാം.